ഇന്ത്യ മുന്നണി സ്ട്രോങ് ഒന്നല്ല. ഇന്ത്യ മുന്നണി സ്ട്രോങ് ആവണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമായിരുന്നു. പക്ഷെ നമ്മൾ എന്താ കാണുന്നത്? ആരും ഒരുമിച്ച് നിൽക്കില്ല. ഓരോരുത്തർക്കും അവരവരുടെ സീറ്റ് പിടിക്കണം, അവർക്ക് നേതാവാവണം. അങ്ങനെ പോയ സീറ്റുകൾ കൊണ്ടാണ് മോദിജി വീണ്ടും വന്നത്. അത് ഒഴിവാക്കാൻ ഒരു മീഡിയേറ്ററായി കൂടി കമലഹാസൻ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ പൂർണ്ണ പിന്തുണ കമലഹാസനുണ്ട്. കമലഹാസൻ തമിഴ്നാടിനെ പ്രതിനിധീകരിച്ചാണ് പോകുന്നതെങ്കിലും തമിഴ്നാടിൻ്റെ ശബ്ദം മാത്രമല്ല രാജ്യസഭയിൽ കേൾപ്പിക്കാൻ പോകുന്നത്, ഇന്ത്യയുടെ ശബ്ദം തന്നെയായിരിക്കും. ഈ ഇന്ത്യയുടെ ശബ്ദത്തിൻ്റെ പേരിൽ കമലഹാസൻ ജാതിയില്ല, മതമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതല്ല പ്രധാന ഘടകം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. ഇവിടെ ജനിച്ചു വീഴുന്നവരെല്ലാം ഇന്ത്യക്കാരാണ്. അവരെ പാഴ്സികളെന്നോ അവരെ മുസ്ലിമെന്നോ വേറെ ജാതിക്കാരെന്നോ പറഞ്ഞ് തരംതിരിക്കാതെ ഇവിടെ ജനിച്ചവരെല്ലാം ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞു മാത്രമല്ല, അവർക്ക് വേണ്ടി നീതിപൂർവ്വം നിൽക്കാൻ തന്നെയാണ് കമലഹാസൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഗതം കമൽജി.